ഡാൻസ് എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ഡാൻസ് കാണാനും ഡാൻസ് കളിക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്ന് എൻ്റെ കൂടെ അങ്ങനെ ഒരു ഡാൻസ് ടീമാണ് എൻ്റെ കൂടെ ഉള്ളത്. സ്റ്റെപ്പ് അപ്പ് ക്രൂ എന്ന് പറയുന്ന ചെർപ്പളശ്ശേരിയിൽ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് ചെയ്യുന്ന നമ്മുടെ ടീംസ് അല്ലേ, ഗോംസ് ആൻഡ് ടീംസ്. യെസ്. പള്ളിയിൽ വെച്ചന്ന് നമ്മൾ കണ്ട നേരത്ത് നീ കണ്ണു വച്ചും കണ്ണടിച്ചും ഇറക്കിയെന്നെ. ജീവിതത്തിൽ കണ്ടുമുട്ടാൻ നിനച്ചതല്ല, പക്ഷെ ജീവിതം നീ പാട് അങ്ങ് പതിച്ചെടുത്തു. നാട്ടുനടപ്പത്തു തമ്മിൽ കാണുവാൻ മേല, പക്ഷെ നല്ല കർത്താവെന്റെ കൂടെ പൊരുത്തപ്പെട്ടു. ഇനി ആരും ആരും അറിഞ്ഞോട്ടെ, എല്ലാ പെണ്ണെ ഞാൻ വിടില്ല, ഒന്നേ ഞാൻ വിടില്ല, വിടില്ല നിന്റെ പിടി വിടില്ല. എല്ലാ പെണ്ണെ ഞാൻ വിടില്ല, എന്നെ പിന്നെ കൊന്നാലും പൊന്നെ നിന്റെ പിടി വിടില്ല. കർത്താവേ നീ കൽപ്പിച്ചപ്പോൾ നേർച്ച വച്ച മനസ്സിൽ ഞാൻ ഒരു നല്ല പെൺകുട്ടിക്കും ഇടം കൊടുത്തേ. മാലാഖയെപ്പോൾ അവൾ പറന്നിറങ്ങി എന്റെ അൽത്താരക്കൂട്ടിൽ പ്രേമത്തിരി തെളിച്ചു. പിന്നെ പഞ്ചാര പുഞ്ചിരി നീട്ടിത്തന്നു. ഹലോ, നമസ്കാരം. ഇവിടെ എല്ലാവരും ഉണ്ട്. എന്തൊക്കെയാണ് വിശേഷം? സുഖമായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. സുഖം. അതെ, അത് നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം. എങ്ങനെയായിരുന്നു ഈ ഡാൻസ് ഇങ്ങനെ തുടങ്ങാൻ ഒരു ടീമിനെ സെറ്റ് ചെയ്യാന്നൊക്കെ പ്ലാൻ ചെയ്ത്? അത് നമ്മൾ റീൽസായിട്ട് തുടങ്ങണം എന്നുണ്ടായിരുന്നില്ല ആദ്യം. വിമൽ ഫസ്റ്റ് നമ്മൾ ഡാൻസ് ട്രൂപ്പിൽ ഉണ്ടായിരുന്നതാണ്. പുള്ളി ഇങ്ങനെ പണ്ട് പറയായിരുന്നു നമുക്ക് ഡാൻസ് സെറ്റ് ചെയ്യുമോന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പരിപാടി ഉണ്ട് ദിവാ, നമുക്കൊരു ചാനൽ തുടങ്ങാമെന്നുള്ളൊരു മൂഡിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മളിങ്ങനെ ഡെയിലി റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമുക്കൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ലോഗോ നമ്മുടെ ഒരു ഫ്രണ്ട് വഴി അങ്ങനെ ലോഗോ ഡിസൈൻ ചെയ്ത് നമ്മളൊരു ബ്രാൻഡ് പോലെ ആക്കിയെടുത്ത് പേജ്. പിന്നെ നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യുന്നു. പിന്നെ പ്രോഗ്രാംസ് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ റാപ്പ് സോങ് ചെയ്തു. അത് ഒരു പൊളിറ്റിക്കലി ഉള്ളൊരു സോങ്ങാണ്, പക്ഷേ റാപ്പാണ്. നമ്മൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനത്തെ ഒരു സോങ്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറി വരുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കയറി വരുമ്പോൾ തന്നെ നിങ്ങൾ ടീമിൻ്റെ പേരും അങ്ങനെ തന്നെയാണ്, സ്റ്റെപ്പ് അപ്പ് ക്രൂ. എന്താണ് അങ്ങനത്തെ ഒരു പേര് വരാനുള്ള കാരണം? അതെ, ഞങ്ങളൊരു പെട്ടെന്നൊരു കണ്ടന്റ് വെച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇട്ടതാണ്. ഞാനും ഗോംസുമാർ ഇട്ടതാണ്. അങ്ങനെ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഇതില്ല. സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറി വരാന്നുള്ള ലെവലായിട്ടൊരു സ്റ്റെപ്പ് അപ്പ് ക്രൂ പെട്ടെന്ന് അങ്ങനെ തുടങ്ങിയതാണ്. ഓരോ പടികളും വിജയത്തിലേക്കുള്ള പടികളാണ്, അതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. వచ్చి చంపేస్తుండాయి ఫీలింగ్ వచ్చిండాయి ఫీలింగ్స్ వచ్చిండాయి ఫీలింగ్స్ వచ్చి చంపేస్తుండాయి ఫీలింగ్స్. അടിപൊളിയാണ്, വൈബ് തന്നെയാണ്. ശരിക്കും പാഷനാണ് ഡാൻസ്. അതെ, നമ്മൾ ഇവിടെ ഒരു വാഴ റീക്രിയേറ്റ് ചെയ്തു. ആ ആശയം ആരുടെ ആയിരുന്നു? ആശയം ഗോംസ്. എല്ലാ ആശയം പുള്ളിയുടെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വിമലാണെങ്കിലും നമ്മൾ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ടാവും. ഇപ്പോൾ അങ്ങനെ കൊറിയോ മെയിനായിട്ട് ഞാൻ തന്നെ ചെയ്യുന്നെങ്കിൽ ഇവരെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിപ്പോൾ വാഴേൻ്റെ ഒരു സോങ് ആശയം വന്നത് ഞാനും ഒരു മൂവിക്ക് പോയിരുന്നു. അപ്പോൾ ആ സോങ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തു ഈ സോങ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിൽ നല്ല ആംബിയൻസും അറ്റ്മോസ്ഫിയറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പിന്നെ സ്റ്റുഡൻസിൻ്റെ ആ ഒരു വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂണിഫോം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ID കാർഡും എല്ലാം റെഡിയാക്കി അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. എത്ര ആരാധികമാരുണ്ട് ഇവിടെ? ആർക്കാണ് ഇതിൽ ആർക്കാണ് ഏറ്റവും ആരാധികമാരുള്ളത്? പിന്നെ നമുക്ക് ആരാധകർ നമുക്ക് അങ്ങനെ എന്താ പറയാ, അല്ല കുറച്ച് നിങ്ങളിങ്ങനെ ഈ ഒരു നിങ്ങളെ പേജിൽ ആ സ്റ്റെപ്പ് അപ്പ് ക്രൂ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഡാൻസിന്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ ഇന്ന ആളെ മെൻഷൻ ചെയ്തിട്ട് കുറേ കമന്റുകൾ വരില്ലേ? അതാരാണ് ഏറ്റവും കൂടുതൽ? അങ്ങനെ വിമലാണ് താരം. വിമലാണ് നമ്മളെ ആരാധികമാരുടെ എന്താ പറയാ കണ്ണിലുണ്ണി. അങ്ങനൊന്നുമില്ല. അത് പിന്നെ ഇത് നമ്മുടെ ഇവിടെ പരിചയപ്പെടാൻ പറഞ്ഞു. പേര് അഭിലാഷ്. നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. പേര് വിമൽ, ഗോംസ്, അഭിലാഷ്, ആദിത്യൻ, ജിഷ്ണു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തൊട്ടടുത്ത സ്ഥലങ്ങളിലുള്ള ആളുകൾ തന്നെയാണ്? അതെ അതെ. ഞാനും വിമലും ഒരു നാട്ടുകാരാണ്. പിന്നെ അബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രൂ മെമ്പറും കൂടിയാണ്. അവൻ ഡാൻസ് ചെയ്യാറുണ്ട് നമ്മുടെ കൂടെ. പിന്നെ ഈ വീഡിയോന് ക്യാമറമാൻ ഇവനായിരുന്നു. അത് ചോദിക്കാൻ വിട്ടുപോയി. നിങ്ങൾ വീഡിയോ ഇത്ര ഭംഗിയായിട്ട് എടുക്കുന്നത് എല്ലാം
അല്ല അത് പറയില്ലാതെ. അല്ല ക്യാമറ കൈകാര്യം ചെയ്യണ എപ്പോഴും ഞാനല്ല. പക്ഷെ ഇപ്രാവശ്യം ഗോംസ് വിളിച്ചിട്ട് ഒരു പരിപാടി ഉണ്ട്, ഒരു ഡാൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സഡൻ ആയിട്ട് വന്നിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളൊരു ഇതാണ്. ഞാനത് നേരത്തെ പറഞ്ഞത് നിങ്ങളെ എല്ലാ വീഡിയോസിൻ്റെയും വീഡിയോഗ്രാഫി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. നമ്മളത് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാനത് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെല്ലാം. പക്ഷെ അതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾ ആ താളത്തിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ വീഡിയോൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും ആരാണ് എടുക്കുന്നത്? നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്ന എൻ്റെ ഒരു കസിൻ ഉണ്ട്, സച്ചു എന്ന് പറയുക. അവൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറുമാണ്. നമ്മൾ ക്യാമറയിലാണ് ആദ്യം ഷൂട്ട് ചെയ്തിരുന്നത്. പിന്നെ ക്യാമറയിൽ നമുക്ക് കുറച്ച് പരിമിതികൾ ഉണ്ടാവുമല്ലോ, നമുക്കിങ്ങനെ കൂടെ റൺ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഫോണിലോട്ടാക്കി പിന്നെ ക്യാമറയിൽ എടുക്കേണ്ട ചില പെർട്ടിക്കുലർ വീഡിയോസ് വരുമ്പോൾ നമ്മൾ അതിൽ ഷൂട്ട് ചെയ്യും. അങ്ങനെയാണ്. നേരത്തെ പറയും ഡാൻസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളും മുതിർന്നവരാണെങ്കിലും അത് ഇടയിലുള്ള ഒരു ജനറേഷൻ ആണെങ്കിൽ പോലും ഇവർ കൊറിയോഗ്രാഫിക്കൊക്കെ വേണ്ടി വിളിക്കാറുണ്ട് ഇങ്ങനെ കോളേജ് പ്രോഗ്രാം? യെസ് ഉണ്ട് വിളിക്കാറുണ്ട്. ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു റാപ്പ് സോങ് ഞങ്ങൾ ചെയ്തിരുന്നു. അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു സോങ് ആണ്. പക്ഷെ അത് കേട്ട് നമുക്ക് തോന്നില്ല, ഒരു റാപ്പ് സോങ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നല്ല സക്സസ്ഫുൾ ആയി. അപ്പോൾ ഒരു ചെർപ്പളശ്ശേരിയെ സംബന്ധിച്ചാൽ ചെർപ്പളശ്ശേരി അപ്പുറത്തേക്ക് പോയി നിങ്ങൾ? തീർച്ചയായിട്ടും. ഏറ്റവും കൂടുതൽ മില്യൺ വ്യൂസ് കിട്ടിയ ഒരു സോങ് അത് 2-3 സോങ്സ് ഉണ്ട്. കുറച്ച് ടോപ്പ് ലെവലിൽ നിൽക്കുന്നത് നമ്മൾ ഓണത്തിനൊരു സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ കല്യാണരാമനിലെ തിങ്കളെ എന്നുള്ള സോങ് ചെയ്തിരുന്നു. അത് നന്നായിട്ട് വൈറലായി. പിന്നെ RDXലെ സോങ്, അത് ഏറ്റവും ടോപ്പ് കയറിയത് RDXലാണ്. മറ്റേ നീലനില എന്ന് പറഞ്ഞ സോങ്, അത് വൈറലായിരുന്നു. പിന്നെ മഹേഷ് ബാബുവിൻ്റെ ഒരു തെലുഗു സോങ് ഉണ്ടായിരുന്നു, കുറിച്ചി മടത്തിപ്പെട്ടി എന്ന് പറഞ്ഞിട്ട്. അത് പെട്ടെന്നാണ് ഗ്രോപ്പായി. അത് 1 മില്യൻ്റെ മേലെ പോയി. അങ്ങനെ ഒരു 8-10 സോങ്സ് മില്യൺസ് അടിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ട് പലരും പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്. എങ്ങനെയാണ് ഒരു ഒറ്റ ടീമായിട്ട് വന്നത്? അത് വലിയൊരു ചോദ്യമാണ്. അതെന്താ വെച്ചാൽ ഞാനും ഇവനും നമ്മളൊരു ഡാൻസ് ഗ്രൂപ്പിലായിരുന്നു. അതെ. ഞാൻ ഇവനായിരുന്നു. പിന്നെ വിപിൻ എന്ന് പറഞ്ഞ ഒരു പയ്യനും കൂടി ഉണ്ട് നമ്മുടെ കൂടെ സ്ഥിരം കളിക്കുന്നതാണ്. അപ്പോൾ അവന് വർക്കിൻ്റെ ബിസി കാരണം നമ്മളപ്പം ജോയിൻ ചെയ്യാൻ പറ്റാത്തതാണ്. പിന്നെ അബി വിമലിൻ്റെ നാട്ടുകാരനാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കണക്ഷനായി. പിന്നെ ജിഷ്ണു നമ്മുടെ ഡാൻസ് ഗ്രൂപ്പിൽ പണ്ട് ഉണ്ടായിരുന്നതാണ്. പിന്നെ ആദി, ഇവൻ പട്ടാമ്പിക്കാരനാണ്. അവൻ പ്രൊഫഷണൽ ഡാൻസറാണ്, ഹിപ്പ് ഹോപ്പ് ലോക്കിംഗ് എല്ലാം പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. നമ്മൾ റാപ്പ് സോങ് ആയിട്ട് കുറച്ച് ആൾക്കാരെ ആവശ്യം വന്നപ്പോൾ ആദ്യമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് കോണ്ടാക്റ്റ് ആയി. പിന്നെ വീഡിയോ എടുക്കാനൊക്കെ വിളിക്കുന്നുണ്ട്. അടിപൊളിയാണ്. ശരി, അപ്പോൾ ഇത് ഞാൻ ഓംസനോട് തന്നെ ചോദിക്കാം, ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിളായിട്ട് ഡാൻസ് കളിക്കുന്നവരാ? ഒറ്റ ആളുടെ പേര് പറയാം. എല്ലാവരും നന്നായിട്ട് കളിക്കും. ബോഡി കുറച്ചുകൂടി അല്ല ഞാൻ സേഫായിട്ട് ആൻസർ ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. അതിലെല്ലാം നന്നായിട്ട് കളിക്കുന്നവരാണ്. ഫ്ലെക്സിബിലിറ്റി കുറച്ചും കൂടി കൂടുതൽ വിമലാണ്. കുറച്ചുകൂടി നമുക്ക് ഡാൻസ് കളിക്കാൻ കംഫർട്ട് സോൺ. കംഫർട്ട് സോൺ എന്ന് മാത്രമല്ല, ക്വിക്കായിട്ട് പെട്ടെന്ന് ലേൺ ചെയ്യും പുള്ളി. കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന്. ഇല്ല എല്ലാവരും നന്നായിട്ട് ചെയ്യും. എല്ലാവരും നന്നായി ചെയ്യും. ಕುರ್ಚಿನಿ ಮಾಡ್ತಾ ഇനി കുറേ നമ്മൾ അങ്ങനെ പറഞ്ഞതല്ല കേട്ടോ. നമ്മൾ ഇനി ഒരുപാട് സോങ്സുകൾ. ഇവന്റെ ബോഡിയും ഫ്ലെക്സിബിലിറ്റിയാണ്. ഇവൻ മാർഷൽ ആർട്സ് ഒക്കെ ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോൾ അവന്റെ ബോഡി കാണാം. തീർച്ചയായിട്ടും കാണിക്കണം. ഇത് നിങ്ങളിങ്ങനെ ഇപ്പോൾ ടീമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, എത്ര ആളുകൾ നിങ്ങൾ ടീമിലേക്ക് ഞങ്ങൾക്ക് വരണം, ഞങ്ങൾക്ക് ഡാൻസ് കളി, അങ്ങനെയൊക്കെ അല്ല, അപ്പോൾ ഞങ്ങൾ ആരും കൂട്ടില്ല, ഞങ്ങൾ ടീമാണെന്ന് പറയാം. കുറെ ആൾക്കാർ ഇപ്പം നമ്മൾ ബോയ്സ് ആയിട്ടാണ് നമുക്കൊരു ആ ചോദ്യം വരുന്നുള്ളൂ. എന്താ വെച്ചാൽ നമ്മുടെ പേജിൽ നമ്മൾ ബോയ്സിൻ്റെ ഒരു ക്രൂ അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മളെ കുറച്ച് കാലം അങ്ങനെ പോയിട്ട് പിന്നെ നമുക്കൊരു സ്റ്റുഡിയോ ലോഞ്ച് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ളവരൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കാം എന്നൊരു തോട്ടിലാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ചില പെൺകുട്ടികളും ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അറിയുന്നവരൊക്കെ ചോദിക്കും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളിങ്ങനെ സേഫായിട്ട് ആൻസർ ചെയ്യും. സ്റ്റുഡിയോ ലോഞ്ച് ചെയ്തിട്ട് എല്ലാവരും വിളിക്കുക. പിന്നെ കുറേ ആൾക്കാർ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വന്നിട്ട് കൊറിയോഗ്രാഫി ചെയ്യാൻ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. ഞാൻ നിങ്ങളോട് ഷിജുവിനെ എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്, കുറേ കാലങ്ങളായിട്ട് അറിയാവുന്നത്. ഞാൻ ഷിജുവിനോട് ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ഈ പ്രജിൻ പ്രതാപിനെ അറിയുമെന്ന് വിചാരിക്കണം. നമ്മളൊരു സുഹൃത്താണ്, നമ്മൾ റിലേറ്റീവാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ദിവസം ഒരു ഫാമിലി ഫംഗ്ഷനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് തങ്ങളുടെ ഒരു വീഡിയോ ഞങ്ങൾ കണ്ടു. പുള്ളിക്കാരി ഇരുന്ന് കാണുക. അത് നമ്മളെ ലിയോലെ സോങ്ങാണ്. ഒരു ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഗംഭീര സാധനമാണത്. അപ്പോൾ അത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചോദിച്ചു ഇവന്മാർ കൊള്ളാലോ. അപ്പോഴാണ് ഇതിൻ്റെ അക്കൗണ്ടാണ് മനസ്സിലായത്. ഞാൻ ഷിജുവിനോട് നമ്മളറിയുന്ന ആളാണ്, നമ്മൾ നാട്ടുകാരനൊക്കെയാണെന്ന് പറഞ്ഞു. പക്ഷെ അവരടക്കം എത്രയോ പേര്
നിങ്ങളെ വാച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളെ റെഫറൻസ് ആയിട്ട് എടുക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമല്ലേ? വലിയ സന്തോഷം. നമ്മൾ പ്രജിൻ പ്രതാപനെ എനിക്ക് അറിയാം. പുള്ളി കോഴിക്കോടുള്ള ആളാണ്. പുള്ളി ലെറ്റ്സ് ഡാൻസിലൊക്കെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അമൃത ചാനലിൽ. അപ്പോൾ ഞാൻ അവിടെ ലെറ്റ്സ് ഡാൻസിൽ ഞാൻ കണ്ടസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്നു 2015 ആ സമയത്ത്. അപ്പോൾ പുള്ളീനെ എനിക്ക് ഒരു വട്ടം ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളീൻ്റെ വീഡിയോസ് നമ്മൾ കാണാറുള്ളതാണ്. പുള്ളി അടിപൊളിയാണ്. നമ്മൾ അടിപൊളിയാണ്. നമ്മൾ അടിപൊളിയാവണം. നമ്മൾ എപ്പോഴാണ് ഇനി ഒരു സ്റ്റുഡിയോ ആയിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അത് നമ്മളെല്ലാവരും നിങ്ങളുടെ എല്ലാ ഫാൻസും വെയിറ്റ് ചെയ്യുന്ന അതിനായിരിക്കും. കാരണം നമുക്ക് കുറച്ചുകൂടി പഠിക്കാം, ഇവരുടെ കൂടെ എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കാം, അങ്ങനെ ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടാവും. ഉണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ അതിൻ്റെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒഫീഷ്യലി അറിയിക്കും. എന്താണ് ഒരു ഫീമെയിൽ ഒരു ഇതിൽ വരാത്തത്? അത് ആരോടും വിരോധം അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല. തീർച്ചയായിട്ടും ആരോടൊരു വിരോധമല്ല. നമ്മൾ ഫീമെയിൽസിനെ ആഡ് ചെയ്യാത്ത ചോദിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പറയാറുണ്ട്. അത് എന്താ വെച്ചാൽ നമ്മൾ ബോയ്സായിട്ട് തന്നെ കുറേ ആൾക്കാർ ഗേൾസിനെ വെച്ച് റീച്ച് വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഇത് വേറെ രീതിയിൽ എടുക്കരുത്, കോൺട്രവേഴ്സി ആവരുത്. ഗേൾസിനെ വെച്ച് റീച്ച് ഉണ്ടാക്കേണ്ട, നമ്മൾ ബോയ്സായിട്ട് നമുക്ക് അത് ഗ്രോപ്പായിട്ട് വരാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇത് തുടങ്ങിയത്. പിന്നെ സ്റ്റുഡിയോ ലോഞ്ച് ചെയ്താൽ പിന്നെ ഓഫ് കോഴ്സ് മിക്സഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ സ്റ്റുഡിയോൻ്റെ ലെവലിൽ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റും മിക്സ് ചെയ്തിട്ട്. അങ്ങനെയാണ് ഒരു. ഇപ്പോൾ നിങ്ങൾ എത്രയോ സ്റ്റേജുകളൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ എത്രയോ ഇപ്പോൾ ഈ കോളേജ് ഇവൻറ്റ്സ് ആണെങ്കിലും നോർമൽ വലിയ ഇവൻറ്റ്സുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്തൊക്കെ ഇവൻറ്റ്സിലൊക്കെയാണ്? നമ്മൾ പഠിക്കുന്ന സമയം മുതൽ നമ്മൾ ഒരുപാട് സ്റ്റേജ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് എല്ലാവരും. ഒരുപാട് ഇവൻറ്റ്സ് ഇപ്പോൾ കോയമ്പത്തൂർ ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെയാണെങ്കിലും ഒരുപാട് സ്റ്റേജ് ഇപ്പോൾ ഇവൻ്റെ കോളേജ് ലെവലിൽ ഒരുപാട് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രോഗ്രാമായിട്ട് തന്നെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. പ്രോഗ്രാംസായിട്ട് നമ്മൾ ഒരുപാട് സ്റ്റേജ് കവർ ചെയ്ത് കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇവനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവനും പ്രൊഫഷണലായിട്ട് സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവൻ വേറെ സ്റ്റുഡിയോ ആണ്, പക്ഷെ നമ്മളപ്പം ജോയിൻ ആവും എപ്പോഴും. ഒരു വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് അല്ലേ? വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട്. ഹട്ടിലൊട്ടിയ ജല്ലല്ലേ, റോസ് വാട്ടർ സ്മെല്ലല്ലേ, മുത്തു കായ്ക്കണ ഷെല്ലല്ലേ, അല്ലേ അല്ലേ ഹാർട്ട് ബീറ്റിന് ഡ്രമ്മല്ലേ, വീണ് കിട്ടിയ ജമ്മല്ലേ, ഡിസ്നി തൊട്ടൊരു ബൊമ്മല്ലേ, അല്ലേ അല്ലേ സരന്തരായി മനസ്സ് നിരന്തരം നീ തപസ് കുലുങ്ങലായി കൊലുസ് മൃദംഗമായി ഞാൻ അനുരാധ ചലച്ചിന് പടച്ചതല്ലേ വല്ലിപ്പ ചിരിച്ചതല്ലേ തോൽക്കേനു തിളച്ചതല്ലേ നീ ഓക്കേ സൊല്ലേടി അടവമ്മലേ അടവമ്മലേ ഫെയറി ടെയിലിൻ പ്ലോട്ടിവളേ അടവമ്മലേ ഇതിലെ നമ്മളെ ടീമൊക്കെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള വിമലിലാന്നാണ് പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും എല്ലാതായിട്ടുള്ള സ്പേസ് ഉണ്ട്. നമ്മുടെ പേജിൽ ഒരു 80% വിമലിൻ്റെ കോളേജിലെ ഫ്രണ്ട്സാണ് കൂടുതലും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ വിമലിൻ്റെ ഒരുപാട് ഫാൻസ് ഉണ്ട് അവിടെ തന്നെ. അപ്പോൾ അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ആ ഒരു സപ്പോർട്ടും ഉണ്ട് നമുക്ക്. പിന്നെ നമ്മളെ ബാക്കിയുള്ളവർ എല്ലാവരും നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഓവറോൾ നോക്കുമ്പോൾ പട്ടാമ്പി ആ ഏരിയയിൽ പഠിച്ച കുട്ടികളാണ് കൂടുതൽ നമ്മളെ പേജ് ഫോളോ ചെയ്തിട്ടുള്ളത്. പട്ടാമ്പി കോളേജിലായിരുന്നു നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞില്ല. എവിടെ? ഞാനിപ്പോൾ PTM-ലാണ്, നാട്ടിൽ തന്നെ, എല്ലായിടത്തും ഉണ്ട്. ഞാനിപ്പോൾ അക്കാദമി നോക്കി കിടക്കുക, ബോക്സിംഗ് ഡാൻസ്. അല്ല, ഞാനുണ്ട്, അങ്ങനെ 2-3 പേരുണ്ട്. അപ്പം അങ്ങനെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാം. മാഷാണോ? ശരി, സ്കൂൾ മാഷാണ്. ഏത് സ്കൂളിലാണ്? ഞാൻ ചളവറ LP-ലാണ്. ഹയർ സെക്കൻഡറി അല്ല അത് കഴിഞ്ഞിട്ട് മുണ്ടക്കോട്ട് സ്ട്രീറ്റ് പോകണ വഴിക്കാൻ LP സ്കൂളാണ്. വലിയ ഒരു ആരാധക വൃന്ദം അവിടെ ഉണ്ടാവും. LP സ്കൂൾ മുഴുവൻ കയ്യിലെടുത്തിരിക്കുകയാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്താ വെച്ചാൽ ഡാൻസ് അങ്ങനെ പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ഇതൊന്നല്ല. പക്ഷേ നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഗോംസ് ഇങ്ങനെ വിളിച്ചിട്ട് ഓരോ പരിപാടികൾക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ പിന്നെ ഡാൻസ് കളിച്ച് അതൊരു പാഷനായിട്ട് വന്നതാണ്. ഞാൻ കൃഷി ഓഫീസിൽ വർക്ക് ചെയ്യണം, കൊച്ചിയിലാണ്. പഠിക്കുകയാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് വേറെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പട്ടാമ്പി തന്നെ SSC നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലകളിലൂടെ കടന്നു പോകണം. പക്ഷേ ഇവരുടെ ഒരു പാഷനാണ് ഡാൻസ്. ആ ഡാൻസ് കൈവിടാതെ തന്നെ ഇവരുടെ ജോലിയും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ പോകുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഇനി എന്താണ് ഭാവിയിലുള്ള ഒരു പരിപാടി? ഈ സ്റ്റുഡിയോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ട് ഒരു വലിയ അക്കാദമിയായിട്ട് തുടങ്ങാനുള്ള ഒരു പരിപാടിയാണോ? തീർച്ചയായിട്ടും ഉണ്ട്. ഡാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാഷൻ മാത്രമല്ല, പ്രൊഫഷനുമാണ്. അപ്പോൾ നമ്മളത് സൈഡായിട്ട് എങ്ങനെ കീപ്പ് ചെയ്യും? നമ്മളത് ഒരിക്കലും ഇഗ്നോർ ചെയ്യില്ല. ഡാൻസ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമുക്ക് ഗോഡ് ഗിഫ്റ്റഡ് ആയിട്ട് വരുന്ന ഒരു ആർട്ടാണ്. നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് കളയാനും പറ്റില്ല, ഇഗ്നോർ ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതെന്തായാലും നമ്മൾ കണ്ടിന്യൂ ചെയ്യും. നമ്മളിപ്പോൾ ഈ ഡാൻസ് വഴി തന്നെ ഒരുപാട് ആൾക്കാർ അറിയപ്പെട്ടുകൊണ്ട് നമുക്ക് അത് വെച്ച് തന്നെ മറ്റുള്ളവർക്കും കൂടി ഒരു ഗുണകരമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട്.
അപ്പോൾ സ്റ്റുഡിയോ ഇട്ടിട്ട് ക്ലാസ് കൊടുക്കണം, അങ്ങനെ ഒരുപാട് പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് ഒഫീഷ്യലി എല്ലാം റെഡി ആയിട്ട് അറിയിക്കുക എന്നുള്ളൊരു ഇതിലിരിക്കുക. ഞാൻ ഒരു ഒറ്റ കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ പ്രശംസ ഒപ്പം തന്നെ വിമർശനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടാവും. അങ്ങനെ മനസ്സിനെ വല്ലാണ്ട് ടച്ച് ചെയ്ത് നമുക്കത് വല്ലാത്ത വിഷമം തോന്നിയ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല, വിമർശനങ്ങളില്ല. വിമർശനങ്ങൾ സത്യം പറഞ്ഞാൽ ഇതുവരെ വന്നിട്ടില്ല. വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് നമ്മളെ കുറവുകൾ ഉണ്ടെങ്കിൽ അവർ പറയുമ്പോഴാണ് നമുക്ക് ഇത് അടുത്തേക്ക് മാറ്റാൻ കഴിയും. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. നമ്മൾ അവര് ഒരാൾ നെഗറ്റീവ് കമന്റ് പറഞ്ഞാൽ നമ്മൾ അതിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ റിപ്ലൈ കൊടുക്കില്ല. തീർച്ചയായിട്ടും അത് ഒരു മോട്ടീവായിട്ട് എടുക്കും. ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. എന്നാലും ഞങ്ങൾക്ക് പിന്നെയും പുതിയതായി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചില വീഡിയോസിൽ ഇങ്ങനെ കളിയാക്കുന്ന പോലെയൊക്കെ വരും, അത് നമ്മൾ ഒരു ട്രോളായിട്ട് എടുക്കുള്ളൂ. വാഴ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്ത് എത്ര വ്യൂസ് ഉണ്ട്? ഇപ്പോൾ നമ്മളിപ്പോൾ അത് സംഭവം എന്താ വെച്ചാൽ നമ്മൾ ട്രെൻഡിൻ്റെ ടൈമിൽ പോസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഓരോ തിരക്ക് കാരണം എല്ലാവരും ജോയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ഡിലേ. എന്നാലും ഒരു 20K പ്ലസ് നോർമൽ ഉണ്ടാവാറുണ്ട്. 30K അങ്ങനെ വരും. തൊട്ടുപുറകെ ഞങ്ങളുണ്ട്. വരട്ടെ തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വീഡിയോ നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ ഡിജിറ്റൽ സെക്ഷൻ ആ വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൻ്റെ പേജിൽ. അപ്പോൾ അത് 22 or 25 കടന്നിട്ടുണ്ട്. അതായത് ചോദിച്ചു എത്ര ഞങ്ങൾ പിന്നാലെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ അത്ര കയറട്ടെ അല്ലേ? യെസ്. അപ്പോൾ എന്തായാലും ഇത്രയും കിടിലൻ ടീമിൻ്റെ കൂടെ ഇത്രയും കുറേ സമയം നമ്മൾ ചിലവഴിക്കാൻ പറ്റി. കാരണം ഇവരൊക്കെ ഓരോ ആഗ്രഹങ്ങൾ, അതായത് ഡാൻസ് ഒരിക്കലും അല്ലെങ്കിൽ നൃത്തമാണ് ഞങ്ങളുടെ ലൈഫിൻ്റെ ഒരു വലിയ പാഷൻ എന്ന് പറഞ്ഞു നടക്കുന്നവരാണ്. ഇത് ചെർപ്പളശ്ശേരിക്കാർ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ ചെർപ്പളശ്ശേരിയുടെ പല ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ട്. പക്ഷേ ഇവരുടെ എയിം എന്ന് പറയുന്നത് വലിയ മോഹങ്ങളാണ്, അവരുടെ ആഗ്രഹങ്ങളും അതിനേക്കാൾ വലുതാണ്. ഇതെല്ലാം നടക്കട്ടെ, ഇതെല്ലാം സംഭവിക്കട്ടെ, ഭാവിയിൽ വലിയ ഡാൻസ് താരങ്ങളായിട്ട് മാറട്ടെ, നമ്മളെല്ലാവരും വീണ്ടും കണ്ടുമുട്ടാൻ സാധിക്കട്ടെ എന്ന് പ്രിയ പ്രേക്ഷകരോട് ഞങ്ങൾ പറയുകയാണ്. അതേപോലെ തന്നെ ഇവരോടും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ക്യാമറ പേഴ്സൺ ശരത് കുമാറിനൊപ്പം നിഖിൽ ദേവരാജ്. അഞ്ചു കൊല്ലം മുന്നൊരു നാൾ തൃത്താല പറഞ്ഞൊന്നായി, ഇനി വേണ്ട തെരുവിലി ലീഡർ വേണം നല്ലൊരു നായകൻ. Let's take a break and see what's changed. Trithala on the rise and there's no debate. Let's take a break and see what's changed. Trithala on the rise and there's no debate. കിട്ടിയല്ലോ പട്ടയം കേരളത്തിന് മോഡലായി, അക്ഷരനർക്ക് താങ്ങെ ചേർത്തു നിർത്തി നേതൃത്വമാരോഗ്യ ക്യാമ്പുകൾ അൻപോട് തൃത്താല ഭജിക്കുന്ന മക്കൾക്ക് ലൈറ്റിൻ വെളി. Let's take a break and see what's changed. Trithala on the rise and there's no debate. Let's take a break and see what's changed. Trithala on the rise and there's no debate. നിളയുടെ വിളനിലത്തിൽ സുസ്ഥിരമായ ഒരു മോഡൽ വികസനത്തിൻ പ്രവർത്തനം ഫേസ്ബുക്കിൻ പടി കടന്നു. നാട്ടിലുള്ള സ്കൂളുകൾ ഒന്നിനൊന്നു തിളങ്ങി നിന്നു. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, നഴ്സിംഗ് കോളേജ് അവഗണിച്ച റോഡുകൾക്ക് വേൽക്കലാസ് മേക്ക് ഓവർ. Let's take a break and see what's changed. Trithala on the rise and there's no debate. Let's take a break and see what's changed. Trithala on the rise and there's no debate. Let's take a break and see what's changed. Trithala on the rise and there's no debate. വളഞ്ഞ വാക്കുകൾ കൊണ്ട് വാർത്തയാവും ഭൂതമല്ല, പാടിനൂണ്ടുമല്ല. പറഞ്ഞ വാക്ക് പാലിച്ച നല്ല നാളിൻ വർത്തമാനം, നല്ല നാളിൻ വർത്തമാനം. നാടിനുണ്ട് നായകൻ, നല്ല വാക്യം പാലകൻ, പറഞ്ഞ വാക്കും പാലിക്കും മാറ്റത്തിന്റെ കാവലാൽ. 5-10 വലുതായി നാളുകൾ, തൃത്തലക്കിനിയും വേണം MBRിൻ സേവനം. Let's take a break and see what's changed. Trithala on the rise and there's no debate. Let's take a break and see what's changed. Trithala on the rise and there's 60 ഡയമണ്ട് റിങ്ങുകൾ സമ്മാനമായി നൽകുന്ന കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആനിവേഴ്സറി ഓഫർ. ആനിവേഴ്സറി ആഘോഷങ്ങൾ പ്രമാണിച്ച് ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് ഓരോ ദിവസവും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ഡയമണ്ട് റിംഗ് സമ്മാനം. കൂടാതെ ഓരോ പർച്ചേസിനോടൊപ്പവും ഒരു സർപ്രൈസ് സമ്മാനവും. 5% തുടങ്ങുന്ന അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, 2.5% തുടങ്ങുന്ന പണിക്കൂലി, സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ, മെഗാ എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ തുടങ്ങിയ മറ്റു ഓഫറുകളും. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്.